നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലെ ക്ലാസ്സുകളിൽ നമ്മൾ പരാമർശിച്ച് കഴിഞ്ഞുപോയത്. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നടക്കുന്ന സമയം റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസത്തെ കുറിച്ച് നമ്മുടെ ആളുകളുടെ ഇടയിൽ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണ 12 മാസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളൊരു മാസമാണിതെന്നും വളരെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളാണ് ഇതിലുള്ളത് എന്നുമൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും മുസ്ലിം സമൂഹത്തിലെ സാമാന്യ ജനങ്ങളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുമൊക്കെ ഈ ഒരു മാസം ആഘോഷിച്ച് തീർക്കുകയാണ്. ഈ ആഘോഷത്തിന് നിദാനമായി വരുന്ന കാര്യം, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച മാസമാണ്, ജനിച്ച ദിവസം ഈ മാസത്തിലാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യവും പുണ്യവും ഇതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, മരിച്ചതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ഏതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് കാരണം, റസൂലുള്ള ജനിക്കുന്ന സമയത്ത് ഒരു നാട്ടിലൊരു കുട്ടി ജനിച്ചതുപോലെ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കൃത്യമായി കിട്ടില്ല, അത് ജാഹിലിയ കാലമാണ്. എന്നാൽ റസൂൽ വഫാത്തായത്, മരിച്ചത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇസ്ലാം സമൂഹം നിലവിൽ വന്നതിന് ശേഷം ആ സമയത്ത് റസൂൽ വഫാത്താകുന്നത്, മരിക്കുന്നത്, അത് റബീഉൽ അവ്വൽ 12-നാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ജനിച്ച ദിവസം ഏതാണ് എന്നതിൽ തർക്കമുണ്ട്. ഏറ്റവും പ്രബലമായ വീക്ഷണം റബീഉൽ അവ്വൽ 9-നാണ് റസൂൽ ജനിച്ചത് എന്നതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രബലമായ വീക്ഷണം. അതൊരു പ്രബലമാണ് എന്ന് നമ്മൾ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് കണക്കൂട്ടിയെടുക്കാൻ കഴിയും. അപ്പം റസൂലുള്ളാഹിന്റെ കാലത്തുള്ള റബീഉൽ അവ്വലില് തിങ്കളാഴ്ചയാണ് റസൂൽ ജനിച്ചത്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ തിങ്കളാഴ്ച ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ ഭാവിയിലേക്കുള്ള കലണ്ടർ തയ്യാറാക്കുന്നത് പോലെ 10-100 വർഷം അങ്ങോട്ട് കണക്കൂട്ടിയെടുക്കാൻ കഴിയുന്നത് പോലെ ഇങ്ങോട്ട് പിന്നോട്ടും കൂട്ടാൻ കഴിയും. അങ്ങനെ കൂട്ടി കണക്കുണ്ടാക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും റബീഉൽ അവ്വൽ 9-നാണ് റസൂൽ ജനിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയും. അതാണ് ഇതിൽ സൂക്ഷ്മമായ ശരിയായ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കി. ഏതായാലും അപ്പൊ ഈ 12 എന്ന് വരുത്തി തീർക്കുന്നതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല. രണ്ടാമത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യം, മുമ്പ് കാലത്ത് റബീഉൽ അവ്വൽ 12 എന്ന് ഉറപ്പിച്ച് 12-ന്റെ അന്ന് മൗലിദ് പാരായണം നടത്തുകയും അത് വട്ടത്തിലിരുന്ന് മൗലിദ് നടത്തി, പാരായണം നടത്തി, അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവരുടേതായ ദിക്റുകളും ദുആകളും കൈമടക്കും ഏർപ്പാടൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമായിരുന്നു. അയിമ തീരും. അത് കാലത്തിനനുസരിച്ച് ഇപ്പോൾ മാറി വന്നിരിക്കുന്നു. മാറ്റം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 1 മുതൽ ആഘോഷം തുടങ്ങുകയാണ്. 30 കഴിഞ്ഞാലും മാസം കഴിഞ്ഞാലും റബീഉൽ ആഖിറിലേക്ക് കയറിയാലും ആഘോഷം നിലക്കുന്നില്ല, പിന്നെയും തുടരും. അങ്ങനെ ഒരു മാസത്തെ ഉത്സവമാക്കി നബിയുടെ ജനനം മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ ജനങ്ങൾ. വളരെ അപകടകരമായ ഒരവസ്ഥയാണത് ഇങ്ങനെ മാറി വരുന്നത്. എന്ന് മാത്രമല്ല, ഇതിന് കാലത്തിനനുസരിച്ച് പുതിയ പുതിയ രൂപങ്ങളൊക്കെ വരുന്നുണ്ട്.
ഇപ്പോ വീടുകൾ അലങ്കരിക്കുന്നു, വാഹനങ്ങൾ അലങ്കരിക്കുന്നു, തോരണങ്ങൾ തൂക്കുന്നു, കടകളിലൊക്കെ തോരണങ്ങൾ തൂക്കുന്നു, പള്ളികൾ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ കാണാം ഇത്തരം പള്ളികളിൽ ആകെ വെളിച്ചം തൂക്കി തോരണം തൂക്കി അലങ്കരിച്ച് ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ ചിത്രങ്ങളൊക്കെ മാറുകയാണ്. നമുക്കൊരു താരതമ്യം തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തോടാണ്. അവർക്ക് അവരുടെ ആഘോഷ ദിവസങ്ങളിൽ കാണിക്കാറുള്ളത് പോലെ വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് വീടും കടകളും വാഹനങ്ങളൊക്കെ അലങ്കരിക്കുന്നത് പോലെ, പ്രത്യേകിച്ച് ക്രിസ്തുമസ് വന്നാൽ അവരെല്ലാം അലങ്കരിക്കും വെളിച്ചം കൊണ്ട്. അതേപോലെ ഒരു നബിമസ് ക്രിസ്തുമസ് പോലെ നമ്മളുടേതും ആയി മാറുകയാണ്, ആ അവസ്ഥയിലേക്ക് മാറി. അതല്ലാത്ത ചിലത് നമ്മൾ കാണാൻ കഴിയുന്നത് നമ്മളുടെ ഒരു സമുദായത്തിന്റെ സ്വഭാവം അനുസരിച്ച്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചിത്രം തെക്കൻ ജില്ലകളിലാണ് വന്നത്. 63 ചെമ്പ് ബിരിയാണി റോഡ് സൈഡിന് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോ കിലോമീറ്ററോളം ദൂരം വരും 63 ചെമ്പ് ബിരിയാണി ഇങ്ങനെ വിട്ടു വെക്കണമെങ്കിൽ. അപ്പൊ അതിങ്ങനെ വാഹനത്തിൽ ക്യാമറ വെച്ച് കാണിക്കുന്നുണ്ട് മുഴുവൻ. വലിയ ചെമ്പുകൾ, ബിരിയാണി ചെമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിയ ചെമ്പുകളിൽ ഭക്ഷണം ഒരുക്കി വെക്കാണ്. എന്നിട്ട് അത് വിതരണം ചെയ്യാണ്. ഈ 63ന്റെ കണക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ വയസ്സ് 63 അപ്പൊ 63 ചെമ്പ് ബിരിയാണി എന്നാണ്. ഇങ്ങനെ നിങ്ങൾ നോക്കുക, ഒരു പരിഹാസ്യമാണ്. ഈ ബദരീങ്ങളുടെ ആണ്ടിന് മുമ്പ് ഒരു വീഡിയോ കണ്ടത് ഓർമ്മയുണ്ട്. ബദരീങ്ങളുടെ ആണ്ടിന് 313 ബിരിയാണി ചെമ്പുണ്ടാക്കിനി. അപ്പൊ അതില് രക്തസാക്ഷികളായത് ഷഹീദായത് 313 അത് 313 ബിരിയാണി ചെമ്പുണ്ടാക്കി തിന്നുക. ഇങ്ങനെ വളരെ ആഭാസം എന്ന് പറയാവുന്ന വിധം മോശമായ രീതിയിൽ ആഘോഷ ചടങ്ങുകൾ നടക്കും. ഇതല്ലാത്ത രീതിയിലും ചില സ്ഥലങ്ങളിലൊക്കെ പ്രാദേശികമായിട്ട് വേറെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഓണവും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓണവും നബിദിനും ഒന്നിച്ചാ വന്നത്. രണ്ടും സംയുക്തമായിട്ട് ഈ സാംസ്കാരിക നേതാക്കന്മാർ സംഘടിപ്പിക്കുന്നുണ്ട്. രണ്ടു കൂട്ടത്തിന്റെയും മതത്തിന്റെ ആൾക്കാരല്ല, രണ്ടും കൂടി ഒന്നിച്ച് ആഘോഷിക്കുക. അതിന്റെ ബോർഡുകളും ഫ്ലക്സുകളും കാണുന്നുണ്ട്. ശരിയായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ സാധ്യത ഉണ്ട്. ഈ മത സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മതത്തിന്റെ ആളുകളും ഉണ്ടാവും. അത് സംഘടിപ്പിക്കാൻ വേണ്ടി രണ്ടിലും ഇല്ലാത്ത ഒരു മതത്തോട് പ്രത്യേക പ്രതിബദ്ധത ഒന്നും പുലർത്താത്ത ഈ സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഓല് നടത്തുന്നതാണ് ഇതൊക്കെ. ഇതിനൊക്കെ നിങ്ങൾ നോക്കി എല്ലാം അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു ജയന്തി ആഘോഷിക്കേണ്ട ആളല്ല. ജയന്തി എന്ന് പറഞ്ഞാൽ ജന്മദിനം. നമ്മളെ നാട്ടിനെ സംബന്ധിച്ച് ഒരുപാട് ജയന്തികളുണ്ട്. കലണ്ടർ നോക്കിയാൽ കാണാൻ ശ്രീകൃഷ്ണ ജയന്തി, മറ്റേ അപ്പൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ കുറേ ജയന്തികൾ എല്ലാവരും ഉണ്ട്. അതേപോലെ സമാധി ഉണ്ട്, മരിച്ചതുണ്ട്. ജയന്തി സമാധി ആഘോഷിക്കുന്ന ഒരു നാടാണ് നമ്മളത്. അതിലിപ്പോ അത് അവരുടെ മതവിശ്വാസം അവരുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട നമ്മൾക്ക് തർക്കമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ജയന്തി ആഘോഷിച്ച് തീർക്കേണ്ട ഒരാളല്ല ഇത്. കുറച്ചു മുമ്പ് ഒരു RSS നേതാവിനോട്, BJP നേതാവിനോട്, ക്രിസ്തുമസിനും ഓണത്തിനൊക്കെ ആശംസകൾ അർപ്പിക്കുന്ന താങ്കൾ എന്തുകൊണ്ടാണ് നബിദിനത്തിന് ആശംസ അർപ്പിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് ക്രിസ്തുമസും ഓണവും പോലെയല്ല നബി ജയന്തി. അതൊരു വർഗീയമായിട്ട് നിങ്ങൾ കാണരുത്. മുസ്ലിങ്ങളുടെ ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയല്ല. ഇസ്ലാം മതത്തിൽ ശരിയായ രീതിയിൽ ഒരു ജയന്തി ആഘോഷമില്ലാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാം മതത്തിൽ ജയന്തി ആഘോഷമില്ല, ജന്മദിനാഘോഷമില്ല. അപ്പൊ ഞാനിതിനെ ആശംസ അർപ്പിക്കണമെന്നാണ്. അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവർ പിന്നീട് ഉണ്ടാക്കിയതാണ്.
ഒരു അങ്ങനത്തെ ഒരാൾ പറയുന്നു നോക്കുക. അപ്പൊ അയാൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം, എല്ലാവർക്കും അറിയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം. ഇസ്ലാമിൽ ഇങ്ങനെ നബി ജയന്തി ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കൂടിയാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ റസൂലുള്ളാന്റെ ജീവിതം ഇങ്ങനെ ഈ ജയന്തി സമാധിയായിട്ട് പോകേണ്ട ഒരു നേതാവല്ല റസൂലുള്ള. എന്താ അത് അങ്ങനെ അല്ല നമ്മൾ പറയുന്നത്? അതിൻ്റെയൊക്കെ ഒരു സാംസ്കാരികമായ സാമൂഹികമായ ചില ഭാഗങ്ങളുണ്ട്. ഇതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന്മാരെ പോലെ ഈ പുണ്യപുരുഷന്മാർ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുതാണ് ഈ ആഘോഷിക്കുന്നത് പുണ്യപുരുഷന്മാർ എന്നാ പറയാം. ഈ പുണ്യപുരുഷന്മാരോട് ജനങ്ങൾക്കുള്ള പൊതുവായ മനോഭാവം അവരുടെ ജയന്തി സമാധിയൊക്കെ ആഘോഷിച്ച് തീർക്കലാണ്. അവരുടെ ജീവിതത്തെ ഇവരാരും അവലംബിക്കുകയോ മാതൃകയാക്കുകയോ ചെയ്യില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവം. നമ്മൾ നോക്കിയാൽ കാണുന്നത്, ഒരാളെ പുണ്യപുരുഷനായിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി പിന്നെ അയാളോടുള്ള സമീപനം ഭക്തിയും ആദരവിന് പുറമെ അതിനേക്കാൾ മികച്ച ഒരു ആരാധനയോളം എത്തുന്ന സമീപനമാണ്. ആണ് പുണ്യപുരുഷൻ എന്ന് പറഞ്ഞാൽ. അയാളോടുള്ള ബഹുമാനവും ഭക്തിയൊക്കെ വേറെ രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ ഒരു പുണ്യപുരുഷനല്ല അള്ളാഹുവിന്റെ റസൂൽ. ആ രീതിയിൽ ഒരു പുണ്യപുരുഷനല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം, അഥവാ നബി ആയതിനു ശേഷമുള്ള 23 വർഷം ലോകത്തിനൊന്നാകെ മാതൃകയായി ജീവിച്ച ഒരു മാതൃകാ പുരുഷനാണെന്ന്. പുണ്യപുരുഷൻ എന്ന് അർത്ഥം പറയുന്ന ആ അർത്ഥത്തിലല്ല, ഒരു മാതൃകാ പുരുഷനാണ്. ആ മാതൃകാ പുരുഷനായതുകൊണ്ട് തന്നെ ഉള്ള ഒരു പ്രത്യേകത, ലോകത്തൊന്നാകെയുള്ള മുസ്ലിങ്ങൾ ഏത് ഭാഗത്തും എവിടെ ഉള്ളവരാണെങ്കിലും എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഈ നബിയെ മാതൃകയാക്കാനാണ് ശ്രമിക്കുന്നത്. എപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ്. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ അങ്ങനെയാണ്. അതിൽ തെറ്റും ശരിയൊക്കെ ചെയ്യുന്നവരുടെ ഭാഗത്ത് പറ്റുന്ന, പക്ഷെ അവരുടെ മനസ്സിലൊക്കെ ഉള്ളത് ആ നബിയെ മാതൃകയാക്കി ജീവിക്കണം എന്നാണ്. എന്നാൽ ഈ പുണ്യപുരുഷന്മാരെ കുറിച്ച് ആർക്കും അവരെ മാതൃകയാക്കണം എന്നുള്ള ഒരു തോന്നലും ഇല്ല, അങ്ങനെ അവർ ചെയ്യാറുമില്ല. അപ്പൊ ആ പുണ്യപുരുഷന്മാരുടെ ഗണത്തിലേക്ക്, ലിസ്റ്റിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മാറ്റിയാണ് ഇവർ ചെയ്യുന്നത്. മാറ്റിയിട്ട് എന്താ ചെയ്യുന്നത്? നബി ജയന്തി, നബി സമാധിയൊക്കെ, സമാധി പിന്നെ പറ്റൂല, അന്ന് തന്നെയാണ് തരിക. ഇവരെ കണക്കനുസരിച്ച് വെള്ളി ഈ റബീഉൽ അവ്വൽ 12 തന്നെയാണ് ജനിച്ചതും മരിച്ചതും ഒക്കെ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക? ജനിച്ചതും മരിച്ചത് ഉറപ്പുള്ളതാണ്, ജനിച്ചാലോ തർക്കള അതുപോലെ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു പുണ്യപുരുഷനാക്കി നബിയെ മാറ്റുകയാണ് ഫലത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റാൻഡ്, നിലപാട് എന്താണ് ഈ വിഷയത്തിലൊക്കെ? അള്ളാഹുവിന്റെ റസൂൽ നമ്മളുടെ മുമ്പിൽ ഒരു മാതൃകാ പുരുഷനാണ്. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ അത് വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഒരു മാതൃകാ പുരുഷനാണ്. ആ മാതൃകയിൽ ഒരു ജന്മദിന ആഘോഷം നമുക്ക് കാണാനേ കഴിയില്ല. ആരുടേതുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം നോക്കിയിട്ട് അദ്ദേഹമോ അല്ലെങ്കിൽ റസൂലോ അദ്ദേഹത്തിന്റെ ഭാര്യമാരോ സന്തത സഹചാരികൾ എന്ന് പറയുന്ന അബൂബക്കർ, ഉമർ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അടുത്ത ആളുകളോ ആരും അങ്ങനെ ഒരു ദിവസം ഓർത്തെടുക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത ഒരു സംഭവവും ചരിത്രത്തിലില്ല. ഒരു സംഭവമില്ല, ഒന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ 25 നബിമാരെ പറ്റി പറയുന്നുണ്ട്. ഒരൊറ്റ നബിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഖുർആൻ പറയുന്നില്ല. മരിച്ച ദിവസവും ഡേറ്റ് പറയുന്നില്ല. ആ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് അവരുടെ ജീവിതത്തിൽ പിൽക്കാലക്കാർക്ക് കിട്ടേണ്ട സന്ദേശം എന്താണോ അത് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഖുർആന്റെ രീതി. അല്ല ഡേറ്റ് ഓഫ് ബർത്ത് പറയല്ല. അത് നമ്മുടെ ചരിത്ര പുസ്തകത്തിലേ ഉണ്ടാവുള്ളൂ. ജനനത്തീയതിയും മരണത്തീയതിയും ഒക്കെ പറയുന്ന രീതി ഇതിലില്ല. അപ്പൊ അങ്ങനെ ഒരു ജനനവുമായിട്ട് ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട സംഗതിയല്ല അതിലുള്ളത്. പിന്നെ ഈ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ
നബി ദിനമാണ് അവർ പറയുന്ന പേര്. നബി ദിനം ജനിച്ച ദിവസമല്ല, അങ്ങനെ പറഞ്ഞുണ്ടാക്കാമെങ്കിൽ അതല്ല. നബി ആകുന്നത് 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്, 40ാമത്തെ വയസ്സിലാണ്. അന്നാണ് നബിദിനം. ആ നബിദിനം പിന്നീട് 23 വർഷമായിട്ട് ജീവിച്ചതാണ്. ജനിച്ച ദിവസം മുഹമ്മദ് ആണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് ജനിച്ചത്. മുഹമ്മദ് പിന്നീട് പേരിട്ടതാണ്. അങ്ങനെയൊക്കെയാണ് അതിന്റെ സംഗതികളിൽ. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു പ്രസക്തിയില്ല. ഇനി അതിന്റെ ഒരു പൊതുവായ ധാരണ നമുക്ക് ഉണ്ടാവേണ്ടത്, അള്ളാഹുവിന്റെ ഖുർആനിൽ ഇതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, ഹാക്കിം, ഇബ്നു മാജ, ഇങ്ങനെ ഒരു 2 ഡസനോളം ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. വിവചനങ്ങൾ. അതിലൊരൊറ്റ കിതാബിൽ പോലും ഒരു അധ്യായം ബാബു മൗലിദിൻ നബി, നബിന്റെ മൗലൂദ് കണ്ടൊരു അധ്യായയിലില്ല. അങ്ങനെ സംഗതി ഇല്ല. പിന്നെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, അതില് ഒരു കിതാബിലും അതില്ല, ഒരു ഹെഡിങ് ഇല്ല നബിന്റെ മൗലൂദ് കണ്ട്. 4 ഖലീഫമാർ 10, 26, 30 അടുത്ത് വർഷങ്ങളോളം അവര് ഭരണം നടത്തി. ആ ഭരണകാലത്ത് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായില്ല. നബിദിനാണല്ലോന്ന് നമ്മളെ ഭരണത്തിന്റെ സ്ഥാപക നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്നൊക്കെ വിളിക്കാലും നബിനെ പറ്റി വേണമെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ വിളിച്ചുകാണ്ട് ഒരു പേരിട്ടുന്ന ജന്മദിനം നമ്മളൊന്ന് ആഘോഷിക്കല്ലേ, അല്ലെ ഇന്ന് അവധി കൊടുക്കല്ലേ എന്നൊന്നുണ്ട്. അങ്ങനെ ഓരോ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരു സംഗതി വരുന്നില്ല, ഒന്നും വരുന്നില്ല. നബിയുടെ ഭാര്യമാര് ജീവനേക്കാളേറെ സ്നേഹിച്ച ഭർത്താവാണ് നബി എന്ന്, അവരെ ഭർത്താവാ. പക്ഷെ അവരാരും അങ്ങനെ ഒരു സംഗതി ഓർക്കുന്നു പോലുമില്ല. അപ്പൊ ആരെ കാലത്തും എവിടെ ഇല്ലാത്ത, ആർക്കും അറിയാത്ത ഒരു സംഗതിയാണെന്ന്. ഇപ്പൊ നോക്കൂ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന്റെ തൊട്ടുമുള്ള നബിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി നമ്മളുടെ നബിയാണ്. നമ്മൾ അലൈഹിസ്സലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ. ഈസാ നബി അലൈഹിസ്സലാം, സമാധാനം ലഭിക്കുമാറാവട്ടെ, രക്ഷ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മള്. ആ നബിയുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ടു ശേഷം വന്ന മുഹമ്മദ് നബിന്റെ നമ്മൾ ആഘോഷിക്കുന്നില്ല. നമ്മളാ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ആളുകളോട്, ഈ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ പറയാറുള്ളത് എന്താ? ക്രിസ്തുമസ് ശരിയാണ് എന്നാണോ തെറ്റാണോ എന്നാണ്? തെറ്റാണെന്നാ പറയാ. ക്രിസ്തുമസ് ശരിയല്ല, ആഘോഷിക്കാൻ പാടില്ല എന്നാ അവരെന്ത് ചെയ്യുന്നു? മുഹമ്മദ് നബിന്റെ ആഘോഷിക്കുകയും ചെയ്യും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിനർ റുസുൽ, ഖുർആൻ പറഞ്ഞത് റസൂൽമാർക്കിടയിൽ, നബിമാർക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല എന്നാണ്. അത് ആഘോഷിക്കുന്നതിന് എതിര് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഗംഭീരമായിട്ട് ഇത് ആഘോഷിക്കുക ചെയ്യുന്നത്. എല്ലാം ഒരുപോലെ ഒരു വർഗീയമായിട്ടല്ലാതെ മതപരമായിട്ട് ഒരു ന്യായവും പറയാൻ കഴിയാത്ത വിധം ഒക്കെ മാറിക്കഴിഞ്ഞു അവസ്ഥ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പൊതുചിത്രം. ഇനി നിങ്ങൾ നോക്ക്, എന്താ ഇതിന്റെ അടിസ്ഥാനം? എന്താ ഒരു നബിദിനം ആഘോഷിക്കുന്നതിന്റെ അടിസ്ഥാനം? ഇതില് ഒന്ന്, നബിയെ സ്നേഹിക്കുന്നു എന്നതാണ് ഇതിന് പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ഒരുപാട് പല ന്യായങ്ങളും ദുർന്യായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നബിയെ സ്നേഹിക്കുക എന്നതാണ് അതിന്റെ ആന്തരിക ആശയം, അതിന്റെ അടിസ്ഥാനം അതാണ്. നബിയെ സ്നേഹിക്കുക. ഈ നബിയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമുള്ളൊരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ച്. നിർബന്ധം എന്ന് പറഞ്ഞാൽ നബിനെ സ്നേഹിക്കാതെ മുസ്ലിമാകാൻ കഴിയില്ല. നബിനെ സ്നേഹിക്കാതെ മുസ്ലിമാകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വാക്ക് നോക്കുക, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയു, നബി, ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് സ്വന്തം ശരീരത്തെക്കാളേറെ കടപ്പാടും ബാധ്യതയും ഉത്തരവാദിത്തമുള്ള ആളാണ്. നമ്മൾക്ക് നമ്മളെക്കാൾ ഏറെ, നമ്മളോടുള്ളതിനെ, സ്വന്തത്തോടുള്ളതിനേക്കാൾ ഏറെ ഉത്തരവാദിത്വവും കടപ്പാടും ഉള്ളത് നബിയോടാണ്. നമ്മളോടല്ല. ആ നബിയോട് അങ്ങനെ ഒരു സ്നേഹം കടപ്പാടൊന്നും വെച്ചു പുലർത്താതെ
ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല. മുഅ്മിനാകുമ്പോൾ നബിയാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. നമ്മളെക്കാളൊക്കെ നമ്മളുടെക്കാൾ വലുതാന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്, കുടുംബം, എല്ലാറ്റിനേക്കാളും അവനവൻ്റെ ഉമ്മാനും ബാപ്പാനേക്കാളും സ്വന്തത്തെക്കാളും ഒക്കെ ഇഷ്ടം നബിയോടായിരിക്കണം. വളരെ പ്രസിദ്ധമായൊരു സംഭവം നിങ്ങൾക്ക് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ അടുക്കൽ നിന്നിട്ട്, ഉമർ റളിയല്ലാഹു അൻഹു എത്ര നല്ല ഒരു മനുഷ്യനാണ്, വളരെ നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹം നബിന്റെ അടുത്ത് വന്നിട്ട്, നബിയെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നിങ്ങളാണ്. നേരാണ്ട് പറഞ്ഞു, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയ എനിക്ക് നബി അങ്ങാണ് എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ശരിയായിട്ടില്ല കേട്ടോ, ഈമാൻ ശരിയായിട്ടില്ല. നബി തിരുത്തി കൊടുത്തു, നിന്നേക്കാൾ, നിങ്ങൾ ഓരോരുത്തർക്കും അവനവനേക്കാൾ ഞാൻ പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് മാറണം, അപ്പോഴാ ഈമാൻ ശരിയാവുള്ളൂ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു, റസൂലേ, എങ്കിൽ ഇനി മുതൽ എനിക്ക് എന്നേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് താങ്കളാണെന്ന്. റസൂലിന്റെ പ്രതികരണം അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായത്. അങ്ങനെ നബിനെ സ്നേഹിക്കാതെ, സ്വന്തത്തെക്കാൾ ഏറെ നബിയെ സ്നേഹിക്കാതെ, നമ്മളുടെ ഇഷ്ടങ്ങളെക്കാൾ താല്പര്യങ്ങളെക്കാൾ നബിയുടെ കൽപ്പനക്കും ഇഷ്ടങ്ങൾക്കും മുൻഗണന കൊടുക്കാതെ മുഅ്മിനാകാൻ കഴിയില്ല. ഈ സ്നേഹത്തിന്റെ കുറെ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ സ്നേഹം നമ്മൾക്ക് പല തലങ്ങളിലുണ്ട്. ഇപ്പൊ ഭാര്യയോടൊരു സ്നേഹമുണ്ട്, ഒരു ഏരിയ വേറെയാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ ഏരിയ വേറെയാണ്. മക്കളോടുള്ളത് വേറെയാണ്. സുഹൃത്തുക്കൾ തമ്മിൽ. ഇനി അതൊന്നും അല്ലാത്ത ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് കളിയുണ്ട്, വിനോദമുണ്ട്, ഉത്സവം, ഇങ്ങനെ പല മേഖലകളിലും കുറെ ഉണ്ടല്ലോ ഇപ്പൊ നാട്ടിൽ. അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ അവരുടെ ഏതെങ്കിലും നിലക്ക് സ്നേഹവും ബന്ധമൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. ഒരു ഫുട്ബോൾ താരം, ക്രിക്കറ്റ് താരം ഒക്കെ നമുക്കിങ്ങനെ ചില സ്നേഹം ബന്ധമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഓരോ സ്നേഹത്തിന്റെ തലങ്ങളാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെ? അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, മസിലൊക്കെ നല്ല എന്താ 6 പാക്കോ 8 പാക്കോ എന്തൊക്കെ പറയലുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള നല്ലൊരാളാണ് എന്ന് പറഞ്ഞാ നബിനെ സ്നേഹിക്കുന്നത് അല്ല. നബി നല്ല സുന്ദരനായിരുന്നു. ഹദീസിലോ കാണാൻ നബിന്റെ എല്ലാ കാര്യവും പറയുന്നുണ്ട്. നല്ല സുന്ദരനായിരുന്നു റസൂല്. നല്ല പ്രൗഢിയുള്ള മുഖഭാവവും ശരീരമായിരുന്നു റസൂലുള്ളാഹിന്റേത്. ഷമായിൽ മുഹമ്മദിയിൽ അത് കാണാം. ഇമാം തിർമിദി ഇങ്ങനെ രേഖപ്പെടുത്തി നബിന്റെ ശരീരഘടനയൊക്കെ. സഹാബികൾ പറയുന്നുണ്ട്, നബിയേക്കാൾ ഒരു സഹാബി പറഞ്ഞു, ഈ പൗർണമി പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ വളരെ തെളിഞ്ഞത് കാണും. അവരുടെ മുന്നിൽ മരുഭൂമിയാണ്, മറയുന്നുണ്ടല്ലോ, ഇങ്ങനെ കാണാം. നേരെ മുന്നിൽ കാണുന്ന മാതിരി കാണാം ചന്ദ്രനെ പൗർണമി ദിവസം. റസൂൽ ഒരു ഇളം ചുവപ്പുള്ള ഒരു പുതപ്പ് ഇങ്ങനെ അണിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സഹാബി പറയുന്ന ഒരു ഭാവന നോക്കുക അദ്ദേഹത്തിന്റെ. ഞാൻ ആ പൗർണമിയെയും പൂർണ്ണചന്ദ്രനെയും നബിയെയും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കി. എന്റെ കണ്ണിൽ അതീവ സുന്ദരനായിട്ട് തോന്നിയത് അള്ളാഹുവിന്റെ റസൂലാണ്. അതൊരു ഭാവനയാണ്. പക്ഷെ ഒരു സഹാബി, കൂടെ ജീവിക്കുന്ന സഹാബി പറയാണ്, ആ സൗന്ദര്യമല്ല നമ്മൾ നബിയിലേക്ക് ആകർഷിക്കുന്നത്. നബിയെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ പറയുന്ന മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഖുർആന്റെ ആയത്തിന്റെ ഒരു ശകലാണത്. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ലോകത്തിനാകെ മാതൃകയാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ റസൂലുള്ളാഹ് ആണ് എന്നതിന്റെ പേരിലാണ് നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം. ബാക്കി പിന്നീട് ഉണ്ടാകുന്നതാണ്. ആ സ്നേഹം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് നമ്മളെക്കാൾ ഏറെ ആ റസൂലിനോട്. കാരണം അള്ളാന്റെ റസൂലാണത്. ആ ഒരു ഘടകമാണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രേരകം. റസൂലാണത്, അള്ളാന്റെ റസൂലാണ്. ആ സ്നേഹം നമ്മൾക്ക് ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ
ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നബിയെ നീ പറയുക, നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നിങ്ങളുടെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, പൊളിഞ്ഞു പോകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, അഹബ്ബ ഇലൈക മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അതിനോടൊക്കെയാണ് സ്നേഹമെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിനേക്കാളൊക്കെ പ്രിയപ്പെട്ട് ഇതൊക്കെ ആയി മാറുന്നുണ്ടെങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന വരുന്ന കാത്തിരിക്കുക. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കില്ല. ഈ ആയത്ത് വലിയൊരു സന്ദേശം നമ്മൾക്ക് നൽകുന്നത്, മനുഷ്യന് വളരെ സ്വാഭാവികമായി പ്രേമവും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്ന ആളുകൾ വകുപ്പുകളാണ് ഈ പറഞ്ഞൊക്കെ. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, മുതല്, വീട്, മസാക്കിന തെർലോനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്, തിജാറത്തിൻ തക്ഷോന കസാദഹ, പൊളിഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം. ഇതിനൊക്കെ നടന്നാല് കച്ചവടം പൊളി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ഇസ്ലാമതും അതിന്റെ ദഅവത്തും ജിഹാദും കേട്ടിങ്ങനെ നടന്നാൽ കച്ചവടം പൊളിഞ്ഞു പോകും, വീട്ടിൽ ശ്രദ്ധ ഉണ്ടാവില്ല, വീടൊക്കെ, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങൾ, അതൊക്കെ ഇതിനേക്കാളൊക്കെ സ്നേഹം അതിനോട്, അള്ളാഹുവിനോട് റസൂലിനേക്കാൾ സ്നേഹം അതിനോടാണ് എങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നോളൂ. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ പറയുക, നിങ്ങള് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാതെ മുസ്ലിമാകാൻ കഴിയില്ല. റസൂലിനെ അങ്ങേയറ്റം മനസ്സിൽ സ്നേഹിക്കും. സഹാബികളൊക്കെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സംഭവം, ആ സ്നേഹത്തിന്റെ രീതി എന്താണെന്നുള്ള, റസൂൽ ഒരിക്കൽ ഒളു എടുക്കുകയാണ്. ഒളു എടുത്ത് കഴിഞ്ഞ് ആ ഒളു എടുത്ത ബാക്കി വന്ന വെള്ളം സഹാബികൾ ഇങ്ങനെ എടുത്തിട്ട് ശരീരത്തിലേക്ക് തേക്കാൻ തുടങ്ങി. അപ്പൊ നബി ചോദിച്ചു, മാ യഹ്മിലുക്കും അലാ ഹാദാ, എന്താ അത് ചെയ്യാനുള്ള പ്രേരണ? അപ്പൊ ആരും ചെയ്യും. അള്ളാന്റെ റസൂലാണ് ഈ മുന്നിൽ നിൽക്കുന്നത്, അള്ളാന്റെ റസൂലാണിത്, വഹി കിട്ടുന്ന മനുഷ്യനാ. അദ്ദേഹം ഒതുകൊടുത്ത് വെള്ളമൊക്കെ എടുത്ത് മേത്തൊക്കെ തേക്കാൻ തുടങ്ങി. സന്തോഷ സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചിലവിടെ ഉണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് നബി ഇങ്ങനെ ഇരിക്കുന്ന സാഹസില നമ്മളുള്ളത് നോക്കുക. നമ്മൾ നബിനെ തൊടും പോയിട്ട് നബിന്റെ എന്തെങ്കിലും ഒരു പറഞ്ഞ ഒരു മുടിയുടെ കൊഴിഞ്ഞാടെ നമ്മൾ എടുക്കും. കാരണം അത് നബിന്റെ ഒരു ഭാഗമാണ്, അത് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്യും. അപ്പൊ അതിനേക്കാൾ ചീപ്പായ ഒരു നിലവാരം ഇല്ലാത്ത ആൾക്കാരുടെ സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നുണ്ടല്ലോ നിങ്ങള്. ഈ പല താരങ്ങളുടെയും വളരെ വൃത്തികെട്ട ആഭാസത്തോടെ നടക്കുന്ന ആൾക്കാരുടെ ഒരു കഷ്ണം തുണി ഒഴുന്നേ വീണ് കിട്ടിയാൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ നിങ്ങള്. അതാണ് മനുഷ്യന്റെ വികാരം. അപ്പൊ റസൂൽ അള്ളാന്റെ റസൂലാ. ആളുകളെ കൂടി വെള്ളമൊക്കെ നബി ഓതിർത്തിന് ബാക്കിയൊക്കെ ശരീരത്തിലൊക്കെ തേക്കാൻ തുടങ്ങി. അപ്പൊ നബി എന്താ അതിനുള്ള പ്രേരണ അയച്ചു, എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ? അപ്പൊ അവർ പറഞ്ഞ മറുപടി, ഹുബ്ബുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹമാണെന്നാണ്. അള്ളാഹിനോടുള്ള റസൂലുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ റസൂൽ അതിന് പ്രതികരിച്ചെന്താ, മൻ സർറഹു അൻ യുഹിബ്ബല്ലാഹ വ റസൂലുഹു ഔ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, ആർക്കെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹും റസൂലും അവനെ ഇങ്ങോട്ട് സ്നേഹിക്കണം എന്നവന് താല്പര്യം, അതിൽ സന്തോഷമുണ്ടെങ്കിൽ, ഫൽയുസദ്ദിഖ് ഹദീസഹു ഇദാ ഹദ്ദസ, റസൂൽ പറഞ്ഞെന്താ പറയുക, നിങ്ങള് അവൻ സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തട്ടെ. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, അല്ലെ അള്ളാഹിന്റെ റസൂലിന് സ്നേഹം അവന് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് സംസാരിക്കുമ്പോൾ നേര് പറയാ, നുണ പറയാതിരിക്കുക, സത്യസന്ധമായിട്ട് സംസാരിക്കുക. അത് അള്ളാഹിനോട് റസൂലിന്റെ സ്നേഹമാണെന്നാണ്. ഒന്ന്, ഫൽയുഹ്സിൻ ജിവാറ മൻ ജാവറഹു, അയൽവാസിയോട് നല്ല നിലക്കുള്ള വർത്തനം, നല്ല അയൽക്കാരനായിട്ട് മാറുക, അയൽക്കാരോടൊക്കെ നല്ലക്ക് പെരുമാറുക നബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. മൂന്നാമത് പറഞ്ഞെന്താ പറയുക, ഫൽയു അദ്യ അമാനത്ത് ഇത് തുമിന,
വിശ്വസിച്ച് ഏൽപ്പിച്ചത് അല്ലെങ്കിൽ വിശ്വാസ്യത പരസ്പരം പൂർത്തീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഇടപാടുകളിലൊക്കെ ഒരു വിശ്വാസ്യത പുലർത്തുക. 3 കാര്യങ്ങൾ എണ്ണി അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് അള്ളാഹു റസൂലിനെ സ്നേഹിക്കേണ്ടത്. റസൂലിന്റെ സുന്നത്ത് പിന്തുടർന്ന് റസൂലിനെ മാതൃകയാക്കി അങ്ങനെ റസൂൽ, അല്ലാതെ ജന്മദിനും മരണദിനമൊക്കെ ആഘോഷിച്ചും സങ്കടപ്പെട്ടിരിക്കാനല്ല. അതൊരു വിഗ്രഹവൽക്കരണമാണ്. അങ്ങനെയാണ് ഇതിന് പറയേണ്ടത്. അതല്ല ഇവിടെ പച്ചയായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ കാണിച്ചെന്ന മാതൃക അതേപോലെ അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിച്ച് മാതൃകയെ നമ്മൾ മാതൃകയാവുക എന്നതല്ലാതെ ഒരു സ്നേഹപ്രകടനവും അല്ലാത്ത രീതിയിൽ മതം അനുവദിച്ചിട്ടില്ല. ഇനി ഇതിന്റെ ഒരു വേറൊരു ഭാഗം, ഇങ്ങനെ ഈ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ, ഇങ്ങനൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ശ്രദ്ധിച്ച നബിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ആകാതിരിക്കാൻ, ഇങ്ങനെ ആഘോഷിക്കപ്പെടാതിരിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഏറ്റവും എതിരിൽ നിന്ന ആൾ അള്ളാഹുവിന്റെ റസൂലാണ്. സാധാരണ നേതാക്കന്മാർ അങ്ങനെയല്ല. റസൂല് പറഞ്ഞു, ഉദാഹരണമായിട്ട് ഒന്ന് റസൂൽ അവസാന കാലത്ത് പറഞ്ഞു, ഒരു വാക്യം അങ്ങനെ, അല്ലാഹുവേ എന്റെ കാലശേഷം എന്റെ ഖബർ ഒരു ആരാധ്യ വസ്തുവാക്കി മാറ്റരുതേ. അല്ലാഹുവേ എന്റെ ഖബർ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്, ആഘോഷ ദിവസമാക്കി മാറ്റരുതേ. നമുക്ക് റസൂൽ ജീവിതകാലത്ത് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണിത്. എന്റെ ഖബർ വിഗ്രഹാക്കരുത്, എന്റെ ഖബറിന്റെ അടുക്ക് ആഘോഷം ഉണ്ടാക്കരുത് എന്നൊക്കെ റസൂല് പറയാം. എന്തിനാ അതൊക്കെ പറയണത്? മുമ്പുള്ള സമൂഹത്തിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സമൂഹങ്ങളിൽ നബിമാരെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ജനങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ആളുകൾ ഭക്തി ബഹുമാനം മൂത്ത് ആദരവ് മൂത്ത് ആരാധനയായി ഭക്തിയിലേക്ക് മാറുകയാണ്. അത് മാറാതിരിക്കാൻ പരമാവധി ശ്രമിച്ച ആളാണ് അള്ളാഹുവിന്റെ റസൂൽ. ഒരു ആരാധ്യ വസ്തു ആയി മാറാൻ പാടില്ല താൻ. അത് നല്ല നിഷ്കർഷ ജീവിതകാലത്തല്ല, മരണശേഷവും ആകാൻ പാടില്ല. ഇപ്പൊ നമ്മളെയൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മളെ നേതാക്കന്മാരൊക്കെ എന്താ പറയുക, പലരും നിങ്ങൾ വായിക്കാറുണ്ടല്ലോ, കാണാറുണ്ടല്ലോ, ജീവിതകാലത്ത് തന്നെ സ്വന്തം പ്രതിമ ഉണ്ടാക്കി അത് അനാച്ഛാദനം ചെയ്ത് മരിച്ചു പോണ നേതാക്കന്മാർ. എന്താ ഇതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു നേതാവ് തന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് മരിച്ചു പോണ ഒരവസ്ഥ ഉണ്ടായ എന്താ അയാൾ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് ലോകത്തിന് എന്ത് സന്ദേശം നൽകാനുള്ളത്? എല്ലാവരും അവനാന്റെ വിഗ്രഹം ഉണ്ടാക്കി എല്ലാവരും പൂജിച്ചോളിയുന്നു. അങ്ങനെയാണ് ലോകത്ത് നേതാക്കന്മാർ നിൽക്കണേ. താനൊരു ആരാധ്യ വസ്തുവായി മാറണം എന്ന് എല്ലാവരും ആഗ്രഹിക്കണ ഈ നേതാക്കന്മാരൊക്കെ ഇവിടെ ജീവിതകാലത്ത് തന്നെ ഈ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങള്, തൊട്ടു വണങ്ങുന്നു, കാല് തൊട്ടു വണങ്ങുന്നു, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അങ്ങേറ്റം ഭക്തി ആദരവ് കാണിക്കുന്നു. ഇതൊന്നും റസൂൽ അനുവദിച്ചിട്ടില്ല. ഒന്നും റസൂൽ അനുവദിച്ചില്ല. ഒരു സഹാബി പേർഷ്യയിലും റോമിലൊക്കെ പോയി വന്നിട്ട് അവിടെയുള്ള രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ എല്ലാവരും സുജൂദ് ചെയ്യുന്നു. ഇദ്ദേഹം വന്നിട്ട് നേരിട്ട് നബിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്തു. നബി പിടിച്ചോണ്ട് പൊതിച്ചു. ചെയ്യാൻ പാടില്ല. എന്താ ചെയ്തു ചോദിച്ചു. നബി ഞാൻ അവിടെയൊക്കെ പോയപ്പോ ഓലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ നല്ല നിങ്ങൾ തന്നെയല്ലേ, പിന്നെ നിങ്ങളും വല്ല ചെയ്യാൻ നല്ല പറ്റില്ല. അതിന് സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മളെ ആളുകൾ ഈ പുണ്യപുരുഷന്മാർ എന്നൊക്കെ പറയുന്നതിൽ സ്വയം ആഗ്രഹിക്കുക, എന്റെ മുമ്പിൽ ആൾക്കാർ സുജൂദ് ചെയ്യണം, എന്നെ വണങ്ങണം, തൊട്ടുമുത്തണം എന്നൊക്കെ ഇങ്ങനെ ഭക്തിയോടുകൂടി ഇതൊക്കെ ചെയ്യണം എന്നാ. അവിടുന്ന് വ്യത്യസ്തമായിട്ടാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. അതിന് ചാൻസ് എന്നാണ് ഇല്ലാതാക്കി. അങ്ങനെ ഒന്നും ചെയ്യരുത് ജീവിതകാലത്ത്. അത് മാത്രല്ല, വേറെയും കുറെ സംഭവങ്ങൾ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയോട് സംസാരിക്കുന്നത്, മാഷാ അല്ലാഹു വമാ ശിഅ്ത,
അള്ളാഹുവേ അല്ല അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച പോലെയും അങ്ങ് ഉദ്ദേശിച്ച പോലെയും മാഷാ അല്ലാഹു വമാ ശിഅത, അള്ളയും റസൂലും ഉദ്ദേശിച്ച മാതിരി. നമ്മളെ മലയാളത്തിൽ അങ്ങനെ പറയുന്നത്. അപ്പൊ റസൂൽ ഉടനെ ചോദിച്ചെന്താ, നിങ്ങള് അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്താ എന്നെ അള്ളാഹ്ക്ക് തുല്യമാക്കിയോ? അള്ളയും റസൂലും ഉദ്ദേശിച്ച മാതിരി എന്ന് പറഞ്ഞപ്പം റസൂൽ വെച്ച് നീ എന്റെ അള്ളാന്റെ മാതിരി ആക്കിയോ എന്നെന്നാ. നമ്മളെ ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ഇവിടെ, നമ്മളെ നാടന്മാരൊക്കെ അള്ളി റസൂലും ഉദ്ദേശിച്ച മാതിരി, അള്ളി റസൂലും വിചാരിച്ചത് നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് സമൂഹമായിട്ട് അള്ളാഹു ഉദ്ദേശിക്കുള്ളൂ, റസൂൽ ഉദ്ദേശിക്കൂല. റസൂൽ ഉദ്ദേശിച്ചത് നടക്കൂല. റസൂൽ ഉദ്ദേശിച്ചത് നടക്കില്ല, ശിർക്കാണ്. എന്നെ തുല്യമാക്കിയോ എന്നാണ് നബി ചോദിച്ചേ. അപ്പൊ ജീവിതകാലത്തും അങ്ങനെ വരാൻ പാടില്ല, മരണശേഷം വരാൻ പാടില്ല എന്ന് ജീവിതകാലത്ത് തന്നെ മുൻകരുതലൊക്കെ വളർത്തിയിട്ടാണ് റസൂൽ പോയത്. സലാം പറയുമ്പോ നിങ്ങൾ നോക്കി, സലാം പറയുമ്പോ തല ഇൻഹിനാ, അങ്ങനെ തല കുനിക്കാൻ പാടില്ലായിരുന്നു നബി. നമ്മളെ ആൾക്കാരെ കാണാം തല കുനിക്കുന്നത്, വളരെ ഗുരുതരമായ കുറ്റല്ല, പക്ഷെ അതുപോലും ചെയ്യരുത് കാരണം, തല കുനിക്കരുത് കാരണം റസൂൽ. അങ്ങനെ നിവർന്നുകൊണ്ട് തന്നെ സലാം പറയേണ്ടുള്ളൂ. റസൂലിനെ കാണുമ്പോൾ ഈ പേർഷ്യക്കാരുടെയും റോം, അന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലമാണത്, ആണ് ഈ പേർഷ്യൻ റോമും വരുന്നത്. പേർഷ്യക്കാരും റോമുകാരും ഒക്കെ കാണിക്കുന്ന മാതിരി അവരുടെ രാജാക്കന്മാർ വരുമ്പോൾ എഴുന്നേറ്റിക്കണ മാതിരി എഴുന്നേറ്റിക്കരുത്. അതെന്താന്ന് വെച്ചാൽ ആ എഴുന്നേറ്റിക്കലിന് സാധാരണ ബഹുമാനത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോവാണ്. ബഹുമാനപൂർവ്വം എഴുന്നേറ്റിക്കാതെ നബി അനുഭവിച്ച സന്ദർഭമുണ്ട് വേറെ. ഇത് അവിടുന്ന് വിട്ടുപോവാണ്. അങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. സയ്യിദന വബ്ന സയ്യിദന, നോക്കുങ്ങള് ഒരിക്കൽ ഒരാളൊന്നും നബിനോട് നേതാവേ, ഞങ്ങളുടെ നേതാവിന്റെ പുത്ര എന്നിങ്ങനെ ബഹുമാന പുരസ്സരം പറഞ്ഞു. നബി നേതാവ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞെന്താ അറിയോ, വളരെ ജാഗ്രത പുലർത്തി നബി. പറയണ്ടൊക്കെ പറഞ്ഞോളൂ, പക്ഷേ പിശാച് നിങ്ങളെ കെണിയിൽപ്പെടുത്താതിരിക്കുന്നത് ശ്രദ്ധിക്കണം എന്നാണ്. പിശാച് നിങ്ങൾ അതിൽ അപകടത്തിൽ ചാടിക്കുന്നത് ശ്രദ്ധിക്കണം എന്നാണ്. ഞാൻ നേതാവല്ല എന്നല്ല പറഞ്ഞത് റസൂല്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ പിശാചിന്റെ കെണിയിൽപ്പെട്ട് കരുതണം കേട്ടോ എന്നാണ്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ റസൂല് ചെയ്തതൊക്കെ താൻ ആരാധ്യ വസ്തു ആകാൻ പാടില്ല, ജീവിതകാലത്തും ആകാൻ പാടില്ല, മരണശേഷവും ആരാധ്യ വസ്തു ആകാൻ പാടില്ല. അതിന് ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് നബി തന്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇത് പുലർത്തിയത്. പക്ഷെ സംഭവിച്ചത് എന്താ അറിയങ്ങള്, ഇതിനൊക്കെ എതിരായി. നബിന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ കഴിയാത്തത്, വിഗ്രഹാരാധനക്ക് ഇസ്ലാം എതിരാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കാൻ കഴിയില്ല, ഫോട്ടോ വെക്കാനും പറ്റില്ല. എന്നാൽ ഒരു തരത്തിലുള്ള വിഗ്രഹാരാധന പോലെ നബിയെ ആക്കി തീർക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഞാനൊന്ന് രണ്ട് വരികൾ ഉദ്ധരിക്കാം. ഈ നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വരികൾ ഷറഫുലന മൗലൂദിലെ, നമ്മളെ ഈ മൗലൂദിന് പാടുന്ന ഒരു വരിയാണിത്. അഷ്റഫൽ ബദ്റു അലൈനാന്ന് പാടിയുണ്ടാവുമല്ലോ കവിൽ പാടുന്നവര്. ഒരു വരി നോക്കുന്നത്, അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലുക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. നബിയെ, അങ്ങയുടെ ഈ മിസ്കീനായ സാധുവായ അടിമ നിങ്ങളുടെ അനുഗ്രഹവും ഇതൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ പറ്റിയുള്ള എൻ്റെ ധാരണ, എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ കഴിയുന്നവനാണ് താങ്കൾ എന്ന്. നരകത്തിന് കാക്കണ നബിയെ, എന്നെ നിങ്ങൾ സഹായിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യണേ. യാ ഗിയാസി യാ മിലാദി യാ മുലിമാത്തിലുമൂരി, എല്ലാ സഹായവും എല്ലാ ഉപകാരവും ചെയ്യുന്ന നബിയെ എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ. ഇതിപ്പോ മൗലൂദിന് പാടുകയാണ്, നബിനെ ബഹുമാനിക്കുകയാണ്, സ്നേഹിക്കാന്നാണ്. അതായത് ഒരു വരിയാണ്. അങ്ങനെ ഒരു പാട് വലിയ പല നിൽക്കുന്നുണ്ട്. നേർക്ക് നേരെ അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുക, നേർക്ക് നേരെ നബിനോട് സഹായം ചോദിക്കുക. എന്നിട്ട് നബിയെ വിഗ്രഹമാക്കി മാറ്റുക. നബി പറഞ്ഞല്ലോ, എന്നെ അങ്ങനെ ആക്കാതെ നബി പറഞ്ഞു. നബിയെ പറഞ്ഞതിന്, ആ പറഞ്ഞ സംഗതിക്ക് പിൻബലമായിക്കൊണ്ട് ചരിത്രം ഉദ്ധരിച്ചു റസൂല്. ചരിത്രം ഉദ്ധരിച്ച് റസൂല് പറഞ്ഞെങ്കിലോ, ലാ തുത്തിറൂനി കമാ അത്തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം,
വന അബ്ദുല്ലാഹി വറസൂലുഹു. ജനങ്ങളെ, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമയെ ആദരിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിച്ച് ആദരിച്ച് ആ രൂപത്തിലാക്കരുത്. വന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാന്റെ അടിമയാണ്, റസൂലാണ്. അതിനപ്പുറം നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ. നോക്ക്, റസൂൽ അങ്ങനെ നോക്കി മിണ്ടാതൊക്കെയല്ലേ വേണ്ടത്. ആണ് പറഞ്ഞോട്ടെ, നല്ല ഇങ്ങനെ പറയല്ലേ എന്നെ പറ്റി, അവിടെ കിടന്നോട്ടെ നല്ല വെക്കണ്ടേ. അങ്ങനെയുള്ള നമ്മളെ നേതാക്കന്മാരൊക്കെ ചെയ്യല്. മിണ്ടാതെ കേൾക്കാത്ത മാതിരി നിൽക്കും, അങ്ങനെ പുകഴ്ത്തി പറയും. ഇല്ലാത്തൊക്കെ പുകഴ്ത്തി അങ്ങനെ പറയും. ഒരു പണിയെടുക്കുക, 10 പൈസന്റെ പണിയെടുക്കാത്തവനെ പറ്റിയൊക്കെ ബഹുമാനപ്പെട്ട അങ്ങനെ പറയുന്നതാണ്. അപ്പൊ കേൾക്കാത്ത മാതിരി ഇങ്ങനെ തലയും താത്തിയിരിക്കും. അതെന്താ, ആൾക്ക് വലിയ ഇഷ്ടമാണ്, ഉള്ളിലൊരു കുളിരാണ് അവർക്ക് കേൾക്കുമ്പോൾ ഞാൻ മഹാനാണല്ലോ ബഹുമാനപ്പെട്ടവനാണല്ലോ എന്നൊക്കെ വരുമല്ലോ. റസൂല് പറയുന്നത് ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമയെ പാടി പുകഴ്ത്തി വർണ്ണിച്ച് ആക്കിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുതേ. ആ ചരിത്രം ഉദ്ധരിച്ചിട്ട് റസൂല് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എന്റെ സ്റ്റാൻഡ് എന്താണ്? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബിന്റെ ഒരു വ്യക്തിത്വം റസൂല് പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യനാണ് എന്ന് ആവർത്തിച്ച് ഖുർആനിൽ 2 ആയത്തിന് ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, പറയുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യൻ മാത്രമാണ്. ആ ഭാഷയിൽ അങ്ങനെ, അല്ലാത്ത രീതിയിൽ കുറെ വേറെ പറയും. അപ്പൊ ഒന്ന്, നബി മനുഷ്യനാണ് എന്നുള്ളതാണ്, മലക്കല്ല, മനുഷ്യനാണ്. അഭൗതിക കഴിവുകൾ ഉള്ളവനല്ല, മനുഷ്യനാണ്. അമാനുഷ കഴിവുകളുള്ളവനല്ല, മനുഷ്യനാണ്. ഒന്ന് മനുഷ്യനാണെന്നുള്ള ഒരു സ്റ്റാൻഡ്. രണ്ടാമത്തതോ അള്ളാഹുവിന്റെ അബ്ദ്. ഖുർആന്റെ നബിനെ പലയിടത്തും ഉപയോഗിച്ചാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. നമുക്ക് അബ്ദ് അടിമ എന്ന് ഉപയോഗിച്ചു. അവിടെ അത് ഉപയോഗിക്കുന്ന സ്ഥലം എവിടെ അറിയാം നിങ്ങൾ? അത് ശ്രദ്ധിക്കണം. ഇസ്രാ മെഹറാജ് യാത്ര ഉണ്ട്, നമ്മൾക്കറിയാം. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് ഒരു രാത്രി കൊണ്ടുപോയി അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് 7 ആകാശവും കടന്ന് തിരിച്ചു വന്നാണ് മെഹറാജ്. ആദ്യത്തെ ഇസ്രാവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയി എന്നോ മെഹറാജ്. ഇതൊരു അമാനുഷ സംഭവമാണ്, അത്ഭുതമാണ്, മനുഷ്യ സാധ്യമല്ല. അള്ളാഹു കൊണ്ടുപോയതാണ്, ജിബ്രീലിനെ വിട്ട് കൊണ്ടുപോയതാണ്. ആ കാര്യം ഖുർആൻ പരാമർശിക്കുന്നത് പ്രത്യേകം ഉപയോഗിച്ച വാക്കെന്താ അറിയോ? അള്ളാന്റെ അടിമയാണ്. അവിടെയാണ് പറഞ്ഞു സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയായ മുഹമ്മദിനെ അള്ളാഹു ഇങ്ങനെ രാത്രി കൊണ്ടുപോയി. എന്തിനാ അവിടെ പറഞ്ഞ് അടിമയാണ്? ഇതൊക്കെ കണ്ടുകാണ് നിങ്ങൾ ബേജാറാവണ്ട, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പദവിയിൽ നിന്ന് ഉയർത്തി കൊണ്ടുപോണ്ട. അടിമയാണ്. ഇനി വേറെ അബ്ദ് നബിനെ ഉപയോഗിച്ച് വേറെ സ്ഥലമുണ്ട് ഖുർആനിൽ. ഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബി സൂറത്തി മിൻ മിസ്ലിഹി വദൂ ശുഹദാകും മിൻ ദുനില്ലാഹ്. ഖുർആൻ അവതരണത്തെ പറ്റി ഒരു വെല്ലുവിളിയായിട്ട് പറയാം. എന്റെ അടിമയായ മുഹമ്മദിനെ നാം അവതരിപ്പിച്ച ഈ ഖുർആൻ ഉണ്ടല്ലോ, അതൊരു അത്ഭുത സാധനമാണ്. ഖുർആൻ അള്ളാന്റെ കലാമാ. അതിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, ഇതിന് സമാനമായതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നു. അവിടെ ഉപയോഗിച്ച് നോക്കുങ്ങൾ അബ്ദാണ് നബി, അള്ളാന്റെ അടിമയാണ്. അതിനേക്കാൾ പദവി ഉയർത്തരുത് തന്നെയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പൊ ഒന്ന് ബശരീയത്ത്, മനുഷ്യനാണ് എന്നുള്ളത്. രണ്ടാം അടി അള്ളാഹുവിന്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യന്റെ ഉയർന്ന യോഗ്യത അതാ. അപ്പൊ നമ്മള് ഏറ്റവും നല്ലവരാകുന്ന എപ്പോഴാ അറിയോ? അള്ളാന്റെ ഏറ്റവും നല്ല അടിമകളാകുമ്പോഴാ. അത് മോശമല്ല, അള്ളാന്റെ അടിമയാകുക എന്ന് പറഞ്ഞാണ് ശരി. അതിനാണ് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്. അള്ളാഹിനെ ആരാധിച്ച് ഇബാദത്ത് ചെയ്ത് അള്ളാഹ് പറഞ്ഞ കേട്ട് ഇങ്ങനെ നടക്കാൻ അതിന് പറ്റുന്ന കോലത്തിലാണ് അള്ളാഹ്. അതിന് പറ്റിക്ക് മദീന, അതാണ് അടിമ എന്ന് പറഞ്ഞ അവസ്ഥ. ആ അടിമയായി ജീവിച്ചു അള്ളാന്റെ റസൂൽ. അപ്പൊ 2 സ്റ്റേജായി. ഇനി മൂന്നാമത്തെ ഏതാ നിങ്ങള്? റസൂലാണ്. അബ്ദുഹു വ റസൂലുഹു, അള്ളാന്റെ റസൂലാണ്. ഈ 3 സ്റ്റേജാണ് നബിക്കുള്ളത്. ഒന്ന് മനുഷ്യനാണ്, രണ്ടാമത് അള്ളാന്റെ അടിമയാണ്. അത് രണ്ടും നമുക്കൊക്കെ പറ്റുന്ന, നമ്മളൊക്കെ മനുഷ്യരാണ്, അള്ളാന്റെ അടിമ. ഇപ്പൊ റസൂലിനുള്ള പ്രത്യേകത എന്താ? റസൂലും കൂടിയാണ്. വഹ്യ് കിട്ടുന്നുണ്ട്. യൂഹാ ഇലയ്യ, എനിക്ക് വഹ്യ് വരുന്നു. ഇനി അത്തബിഇ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹ്യ് കിട്ടുന്നത് പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞോട്ട്. ഇവിടെ സൂചിപ്പിച്ചത്
റസൂല് ആരാധ്യ വസ്തുവായി മാറാതിരിക്കാൻ അതിന്റെ എല്ലാ മുൻകരുതലുകളും എടുത്തു. പിൽക്കാലത്ത് വരാനുള്ള സാധ്യതകളുടെ പഴുതൊക്കെ അടച്ചു. എല്ലാം കൃത്യമാക്കിയിട്ടാണ് റസൂല് മരിച്ചു പോകുന്നത്. എന്നിട്ടും റസൂലിനെ വിഗ്രഹവൽക്കരിച്ചു, ആരാധ്യ വസ്തുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ റസൂലിനൊക്കെ ആ രീതിയിലൊക്കെ ഇപ്പൊ ഈ മങ്കൂസ് മൗലൂദിലെ വരി നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന എന്തൊക്കെയാണ്? നബിയെ, ഞാനിതാ പ്രവാചക ശ്രേഷ്ഠരെ കയ്യും കണക്കുമില്ലാത്ത വിധം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ വാഹനത്തിൽ ഏറി പോവുകയാണ് ഞാൻ, അത്രയും പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ തെറ്റ് ചെയ്താലുള്ള പ്രശ്നം? പ്രവാചക ശ്രേഷ്ഠരെ, അങ്ങയോട് മാത്രമാണ് ആ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് പരാതി പറയാനുള്ളൂ, വേറെ ആരോട് പറയാല്ല. നബിനോട് തെറ്റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കുമ്പസാരല്ല അവിടെ നബിനോട്, അത് നമ്മളെ മതത്തിലുള്ള സംഗതിയല്ല. തെറ്റുകൾ ഏറ്റു പറയേണ്ടത് പടച്ചോനോടാണ്. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാൻ ആരുണ്ട്? അപ്പൊ നബിയെ പറ്റി ഈ മൂന്നവസ്ഥ, ഒന്നും ബഷറാണ്, മനുഷ്യനാണ്, രണ്ടാമത്തെ അള്ളാന്റെ അടിമയാണ്, മൂന്നാമത്തെ റസൂലാണ്. ആ വ്യത്യാസം, റസൂൽ നിലക്കുള്ള വ്യത്യാസങ്ങൾ ചിലതുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ നമ്മളെ പോലെ ഒരു മനുഷ്യനാണ്. അങ്ങാടി കൂടെ നടക്കും. അവർ ചോദിച്ചു, മാഹലിയാദർ റസൂൽ എന്ത് നബിയത്? മാലിഹാദർ റസൂൽ, എന്ത് പറ്റി നബിക്ക്? ഭക്ഷണമൊക്കെ കഴിക്കുക, ചോറും കറിയൊക്കെ തിന്നുക, ചായ കുടിക്കുക, എല്ലാ സാധനം തിന്നുന്ന ഒരു നബിയോ? എന്ത് നബി ഇത്? അങ്ങാടി കൂടെ ഒക്കെ നടക്കുന്ന നബിയോ? എന്ത് നബിയാണ് ഇത്? അപ്പൊ അതൊക്കെ ഉണ്ട്. നബി ഒക്കെ ചെയ്യും, സാധാരണ മനുഷ്യന്മാരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നബിയെ. ഇത് നമ്മൾ എന്ത് ചെയ്തു അറിയങ്ങള്? അത്ഭുത വസ്തുവാക്കി. അത്ഭുത വസ്തുവാക്കുന്ന എവിടേക്ക് അറിയങ്ങള്? കുറെ ഉണ്ട് അതൊക്കെ. ഒന്ന്, ഈ നബീന മാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കുറെ സംഗതികളുണ്ട്. ജനനം തന്നെ അത്ഭുതമാണ്. നബിയുടെ ജനനം അത്ഭുതമാണ്. എന്താ അത്ഭുതം? കഥകൾ പറഞ്ഞുണ്ടാക്കി നോക്കിങ്ങള്. നബി ജനിക്കുന്ന സമയത്ത് ഏതോ സാവ തടാകം വറ്റി. ഏത് തടാകം ആർക്കും ഒരു എവിടെയില്ല, അത് വറ്റി തന്നെ തടാകം. പിന്നെ മജൂസികൾ, അഗ്നിപൂജകരായിരുന്ന പേർഷ്യയിലുണ്ടായിരുന്ന ആളുകൾ നൂറ്റാണ്ടുകളായി കൊണ്ടു നടന്നിരുന്ന തീക്കുണ്ടം പൊലിഞ്ഞുപോയി. തീക്കുണ്ടം അങ്ങോട്ടില്ലാതെയായി. വിഗ്രഹങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞു. നബി ജനിച്ചപ്പോഴേ ഒരു ചരിത്രത്തിലുമില്ല, ഒരു രേഖയിലില്ല. ഇവലെ ഈ കിതാബിൽ ഇങ്ങനെ നബിനെ വർണ്ണിച്ച് ഇതിണ്ടാക്കി. ജനിക്കുന്ന സമയത്ത് ഒരു അത്ഭുതവും നടന്നിട്ടില്ല, ഒരു അത്ഭുതവും നടന്നിട്ടില്ല. കാരണം നബി ജനിക്കുമ്പോ നബിയല്ല. പക്ഷെ അള്ളാഹുവിനെ അറിയാലോ, എന്നാ അങ്ങനെ വല്ല അത്ഭുതം ഉണ്ടായോ? ഇല്ല. അല്ലെ എന്തിനാ ഈ തല കുത്തനക്കുന്ന വിഗ്രഹങ്ങളൊക്കെ? നബി ജനിക്കുന്നത് മക്കത്താണല്ലോ. മക്കയില് 360 ചില്ലാനം, അങ്ങനെ പറയാം അതിന്റെ കണക്ക്. അത്രയധികം വിഗ്രഹങ്ങൾ കഅബന്റെ അകത്ത്, ചിലതും പുറത്ത് വട്ടത്തിൽ വിശാലമായി സ്ഥാപിച്ചതാണ്. ഹുബിലൊക്കെ പോലുള്ള കഅബന്റെ നെറുകയിലും സ്ഥാപിച്ചിരുന്നു. ആ വിഗ്രഹങ്ങളൊക്കെ ഉള്ളിടത്ത നബി ജനിക്കുന്നത്. മക്കത്താണ് നബി ജനിച്ച്. കഅബന്റെ തൊട്ടടുത്ത നബിന്റെ വീട്, അബൂതാലിബിന്റെ വീട് അവിടെയുള്ളത്, അവിടെ നബി ഉള്ളത്. ഇതിനെന്താ? അവിടുത്തെ ഒരു വിഗ്രഹത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ആ വിഗ്രഹമൊക്കെ പിന്നെ അവിടുന്ന് ഒഴിവാകുന്നത് അള്ളാഹുവിന്റെ റസൂലായി 40 വയസ്സിന് ശേഷം 63 വയസ്സിന്റെ ഇടയ്ക്ക് അവസാനത്തെ 2 വർഷം, 8ാമത്തെ വർഷം, ആ 2 വർഷം ഇനി ബാക്കിയുള്ളൂ. ആ സമയത്ത് മക്ക ഫത്ഹാകുന്നത്, മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. ആ സമയത്താണ് കഅബന്റെ അകത്ത് കയറിയിട്ട് ഇതൊക്കെ ഒഴിവാക്കിയത്. ഒഴിവാക്കാൻ കാരണം ആളുകളുടെ മനസ്സിൽ നിന്ന് അതിനോടുള്ള ഭക്തി, ആദരവൊക്കെ പോയി. പിന്നെ അവിടെ നിലനിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ ഒഴിവാക്കുക. അവരെ നബി തൊട്ടില്ല. അക്കടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നബി അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. നബി തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന കഅബന്റെ ഉള്ളിൽ വിഗ്രഹമുണ്ട്, ചുറ്റുപാടും വിഗ്രഹമുണ്ട്. തവാഫിയും വിഗ്രഹങ്ങളുടെ ഇടയിൽ കൂടെ നബി തവാഫ് ചെയ്തിരുന്നത്. ഒന്നും പൊളിച്ചില്ല. അതാണ് അതിന്റെ നയനിലപാട്. അപ്പൊ ആൾക്കാരെ മനസ്സിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് ഒഴിവായി. അപ്പണ്ട് എടുത്തിട്ടു.
ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഒഴിവാക്കി. ആരും പ്രതിഷേധിച്ചില്ല, പൊട്ടിക്കരുത് അറിഞ്ഞില്ല. കാരണം എല്ലാവർക്കും ഒഴിവായി, നബി മനസ്സത് പോയി, അവരൊക്കെ തന്നെ എടുത്ത് പൊട്ടിച്ചെറിഞ്ഞത്. അപ്പൊ നബി ജനിച്ചപ്പാടൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, പല ഈ കഥകളൊന്നും ഒരു ചരിത്രത്തിന്റെ രേഖയിലില്ല. പറഞ്ഞുണ്ടാക്കിയ നബിനെ വിഗ്രഹമാക്കി മാറ്റാനുള്ള ശ്രമം. ഇനി നോക്ക് നിങ്ങള്, നബിന്റെ ജനനം അതിനെപ്പറ്റി ലൗലാഖ് ഒരു ഹദീസായിട്ട് പറയണ മൂല്യന്മാരൊക്കെ പറയാം, ലൗലാഖ് ലൗലാഖ് ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, പ്രാസോപ്പിച്ചുണ്ടാക്കിയത് നബിയെ. അള്ള പറയാ, നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ, അള്ള പറയട്ടത്, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പൊ ഈ ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച് നബിനെ കണ്ട് സൃഷ്ടിച്ചാണ്. നബി ഇല്ലെങ്കിൽ ഞാൻ അതൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല. ആര് പറഞ്ഞു? നബിയെ പറ്റി അള്ള പറഞ്ഞു ഇവര് പറഞ്ഞുണ്ടാക്കുക. അള്ള ആകാശഭൂമികൾക്ക് സൃഷ്ടിച്ച് നബിനെ കണ്ടിട്ടാ? അല്ല, നബി അതൊന്നുള്ളതല്ല. നബിയൊക്കെ പിന്നെ എത്ര വന്നു? ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ആദം നബി അലൈഹിസ്സലാം, ഇതൊക്കെ കഥകളാണ്. ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ആ സൃഷ്ടിപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തോട് അള്ളാഹു ഫലാ തഖ്റബ ഹാദിഹി ഷജറ, ആദമിനോട് ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ ഈ മരത്തുമെന്ന് കായ് തിന്നരുത്. ഓല തിന്നു, എല്ലാവർക്കും അറിയുന്ന സംഭവം. അവസാനം ഖേദമായി തൗബ ചെയ്യണല്ലോ. അങ്ങനെ തൗബ ചെയ്തപ്പോ, തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ അർശിന്റെ കീഴിൽ പോയി സുജൂദ് ചെയ്തു. ഒലാ ലോകത്താന്നുള്ളത് ആദം ഹവ്വയൊക്കെ അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താണ് വീണു. അങ്ങനെ കുറെ സുജൂദിലായി പടച്ചോണ്ട് പ്രാർത്ഥിച്ച് തൗബ ചെയ്യുമ്പോ മെല്ലെ തല ഉയർത്തി ഇങ്ങനെ നീക്കുക. അപ്പം നോക്കുമ്പോ എന്താ സങ്കടം അറിയും? അർഷിന്റെ ഒരു കാൽമൽ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇങ്ങേപ്പെടുത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിരുന്നതാണ്. കഥ പോണ രൂപം നോക്കുങ്ങള്, ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റേ മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ആദം നബി ചിന്തിക്കണം, ആദ്യത്തെ മനുഷ്യൻ ചിന്തിക്കണം, അള്ളാന്റെ പേരിന്റെ കൂടെ ഒരു പേര് കൂടെ എഴുതിയേക്ക് മുഹമ്മദ്, അത് അത്ര മോശക്കാരനാവില്ല. അപ്പൊ ആദം നബി തവസ്സുലാക്കി, ആരെ? അള്ളാഹുവേ, ആ മുഹമ്മദിന്റെ ബർക്കത്ത് കൊണ്ട് പോരിശ കൊണ്ട് എന്റെ പാപ പുറത്ത് തന്നെ. മുഹമ്മദ് നബി ആദം നബിന്റെ സന്താന പരമ്പരകളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ജനിക്കാനുള്ള ഒരു മനുഷ്യനാ. ആ വല്യാപ്പ ഏറ്റവും ആദ്യത്തെ പിതാവ് ഈ കുട്ടീനെ തവസ്സുലാക്കി, പേരക്കുട്ടിനെ തവസ്സുലാക്കി അള്ളഹാനോട് പറഞ്ഞു എന്നൊരു കഥ ഉണ്ടാക്കിയേക്കാം. ഇങ്ങനെ എന്തെല്ലാം കഥകൾ മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം മൗലിദത്തവളൊക്കെ ഉണ്ട്. നബിനെ അങ്ങോട്ട് വർണ്ണിച്ച് പുകഴ്ത്തി ഒക്കെ ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ ആദമിന്റെ ഈ ആദം നബി അവ്വാഹും തമ്മിലുള്ള വിവാഹത്തിന് ഇതൊക്കെ മൂല്യന്മാരെ വേളാണ് കേട്ടോ. എവിടുന്നത് ആദം നബിന്റെ കഥയൊക്കെ എവിടുന്ന അവർക്ക് കിട്ടുന്നത്? ആദം നബി ഹവ്വാൻ തമ്മിലുള്ള വിവാഹത്തിന് മഹർ നബിന്റെ പേരിൽ 10 സലാത്ത് ഇരുന്നല്ലോ. 10 സലാത്ത് എല്ലി കണ്ടാണ്, അതാണ് മഹർ കൊടുത്തത്. അത് കൊടുത്തു കണ്ടാണ് കല്യാണം കഴിഞ്ഞത്. ഇങ്ങനെ ഒരുപാട്. ഇനി നബിന്റെ വ്യക്തിത്വം നോക്കി, ഇതൊക്കെ മാറ്റി പറയാണ്. നബിനെ നബി അല്ലാതാക്കുക. വ്യക്തിത്വം, നബി ഒരു ഈ മനുഷ്യന്റെ മാതിരിയുള്ള ശരീരമുള്ള ആളല്ല, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളാണ് നബി. ഖുർആനും ഹദീസ് പറയുന്ന കാര്യം നബി മനുഷ്യനാണ് എന്നുള്ളത്. ഹദീസുകൾ പ്രത്യേകം പറഞ്ഞെന്താണ്? മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. ആയത്തുൽ ഹദീസൊക്കെ വന്ന തുറാബ്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കുക. പല രീതിയിലുള്ള മണ്ണിനെ പറ്റി പറയുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് മലക്കുകളാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്ന് വർഗം. മനുഷ്യവർഗം സൃഷ്ടിക്കപ്പെട്ട് മണ്ണുകൊണ്ടാണ്. എന്നിട്ട് ആ നബിനെന്താക്കി? പ്രകാശാക്കി. പ്രകാശാക്കി എന്ന് മാത്രല്ല, നബിക്ക് ഇരുട്ടിൽ കാഴ്ചണ്ട്. ഇരുട്ടിൽ കാഴ്ചണ്ട്. ഇരുട്ടത്ത് നബി കാണും, എല്ലാം കാണും. നബി ഇരിക്കുന്നിടത്ത് വേറെ വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജിൻ ഇല സുർജി. നബി അങ്ങ് താമസിക്കുന്ന വീട്ടിൽ വേറെ വെളിച്ചൊന്നും കത്തിക്കേണ്ടതില്ല. നിങ്ങളുടെ ഉണ്ടായത്തിന് ആകെ വെളിച്ചായി മാറുന്ന മൂല്യമാര് വയലു പറയല്, ഒരു മുട്ടുസൂചി വീണാൽ പോലും അവിടെ തിളങ്ങി കാണും നബിന്റെ വെളിച്ചം തട്ടിയിട്ട്. എന്തൊരു അബദ്ധാണ് ഈ പറഞ്ഞത്. ഇപ്പൊ നബി എന്തായായി? ഇപ്പൊ മനുഷ്യനല്ലാതെ ഇപ്പൊ വേറൊരു സാധനമായി. അപ്പൊ നബിയെ വിഗ്രഹമാക്കി മാറ്റാണ് ശരിക്കും, ആരാധ്യ വസ്തുവാക്കി മാറ്റാൻ. നബി പ്രാർത്ഥിച്ചാൽ അങ്ങനെ ആക്കരുത്. റസൂല്
വെളിച്ചമാണ് സങ്കല്പിക്കുക, പ്രകാശമാണ് സങ്കല്പിച്ചു നോക്കുക. എന്തൊരു ദുരന്തമായിരിക്കും നബിക്ക് ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ച്. നബിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയുമോ? വെളിച്ചമായൊരു മനുഷ്യൻ, പ്രകാശമായൊരു മനുഷ്യൻ നാട്ടിൽ നിൽക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ ഒന്നും പ്രകാശമില്ലാത്ത നാടാണ്. ഏതോ ഒരു തിരി എവിടെയെങ്കിലും കത്തിച്ചു വെക്കോളൂ. ഇന്നത്തെ മാതിരി ഫ്ലഡ് ലൈറ്റ് ഇല്ല, ഇങ്ങനെ വെളിച്ചു നിൽക്കുന്ന നാടല്ലാതെ. ഇരുട്ട് മുടിയ ഇരുട്ട് തന്നെ. ആ ജാതി ഇരുട്ടിൽ ഒരു മനുഷ്യൻ വെളിച്ചമാണെന്ന് വന്നാൽ എന്താ വരിക? അയക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് നടന്നു പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഇരുട്ടത്ത് പോയി ഇരിക്കാൻ കഴിയോ? അന്തിക്ക് മലമൂത്ര വിസർജനം നിർവഹിക്കാൻ വേണ്ടി പുറത്തു പോകാൻ പറ്റുമോ? ഓലൊക്കെ പുറത്തേ പോയിരുന്നു. നമ്മളകത്ത് കക്കൂസുള്ള കാലമല്ല അത്, പുറത്തുമില്ല. വെളിപ്രദേശത്തേക്ക് പോകുന്ന കാല. ആ കാലത്ത് എങ്ങനെ റസൂൽ നിർവഹിക്കുക? വെളിച്ചാണെങ്കിൽ ആ വഴിക്ക് പോകാൻ കഴിയുമോ? നബിക്ക് ഇങ്ങനെ ഇത് നിർവഹിക്കാൻ വേണ്ടി മുണ്ടു പിടിച്ചു കൊടുത്ത കഥയൊക്കെ ഉണ്ട്, ഹദീസിൽ കാണാം. അത്രയും ഇതായിരുന്നു. തുണി പിടിച്ച് മറച്ചു കൊടുത്തു നബിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടിയൊക്കെ. വെളിച്ചാണെങ്കിൽ ഇതെങ്ങനെ നടക്കുക? ഇല്ല. നബി വെളിച്ചമാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ താമസിച്ചിരുന്നത് മദീന പള്ളിയുടെ ഓരം ചായ്ച്ചു കെട്ടിയ റൂമുകളിലാണ്, ഹുജറാത്ത് മുറികളിലാണ് താമസിച്ചിരുന്നത്. അവിടെ നബിന്റെ വീടുള്ളത്. ആ വീടിന് മറയില്ല വേണ്ടതുപോലെ. ഈന്തപ്പനയുടെ ഓലയും മട്ടലും ഒക്കെ ഘടിപ്പിച്ച വീടാണ്. ഈ ഇരുട്ടായ ആ സമയത്ത് ഈ വെളിച്ചമായി നിൽക്കുന്ന നബി തന്റെ ഭാര്യമാരോട് കൂടി എങ്ങനെയാണോ ശയിക്കുക? ആ പള്ളിയിലൊക്കെ ആളുണ്ട്, അഭയാർത്ഥികളായി വന്ന് കിടക്കുന്ന ആളുകൾ മദീന പള്ളിയിലുണ്ട്. അഹ്ലുസുഫത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ അവിടെ ഉണ്ടായിരുന്നു, പള്ളിന്റെ പിൻഭാഗത്ത്. അവരൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങോട്ട് എങ്ങനെ നബിക്ക് സാധിക്കുക? വിളിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കറിനെയും കൂട്ടി ഹിജറ പോയത് രാത്രിയാണ്. രാത്രി മെല്ലെ കിടന്നുറങ്ങുന്നിടത്ത് എഴുന്നേറ്റ് പോയതാണ്. അള്ളാഹിന്റെ റസൂലിന്റെ വീട് വളഞ്ഞു ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി. അവരുടെ കൺമുമ്പിലൂടെ അതൊക്കെ അള്ളാഹുവിന്റെ ചില കാവലുകളാണ്. അവർ അലി അള്ളാഹുവിനെ പകരം കിടത്തി പുതപ്പിട്ട് മൂടി ഈ വെളിച്ചമായ നബിയായി ഇരുട്ടത്ത് ഇറങ്ങി ഇങ്ങനെ പോവുക. ഇവിടെ ആരും കാണുന്നില്ല. സൂർ ഗുഹയിൽ ഒളിച്ചിരുന്നു രാത്രികൾ, ആരും എന്നിട്ടും കാണുന്നില്ല. അങ്ങനെ ഉണ്ടോ? വെളിച്ചമാണെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയില്ല. ഒരുപാട് സംഗതികളിൽ നബിക്ക് പ്രയാസം ഉണ്ടാക്കും. വെളിച്ചമാണ് നബിയെങ്കിൽ അതൊക്കെ പറഞ്ഞ് വെറുതെ കഥ പറഞ്ഞുണ്ടാക്കുക. നബി അള്ളാന്റെ റസൂലാണ്, മനുഷ്യനാണ്. ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ നബിയെ ഈ രൂപത്തിലൊക്കെ പറഞ്ഞു മാറ്റി കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ട്. ഇനി ഇതിന് പല രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് കൂടി ശ്രദ്ധിച്ചു. കുൽ നബിയെ താങ്കൾ പറയുക, എന്നാണ് പറഞ്ഞേക്ക്, എന്തെങ്കിലും ഒരു ഉപകാരവും ഉപദ്രവം ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. ഇല്ല മാഷാ അള്ളാഹ്, അള്ള ഉദ്ദേശിച്ച് നടക്കുന്നല്ലാതെ എനിക്ക് ഇന്നത് വരട്ടെ എന്നോ ഇന്നത് വേണ്ടെന്നോ എനിക്ക് പറയാം. നിങ്ങളുടെ അടുത്ത വാക്യം നോക്കുന്നു, വലൗ കുൻത അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ, എനിക്കെങ്ങാനും ഗൈബ് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ സമ്പാദിക്കാമായിരുന്നു. നാളത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ, വരും വരായികളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അനുസരിച്ച് പ്രവർത്തിക്കാലോ. വമാ മസ്സനിയ സൂ, എന്നെ ഒരു തിന്മയും ബാധിക്കൂല, ഒരു പ്രയാസം എനിക്ക് വരില്ല. കാരണം മറഞ്ഞ കാര്യമൊക്കെ അറിയുമ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിക്കാലോ എന്ന് നീ അങ്ങോട്ട് പറഞ്ഞേക്ക്. പിന്നെ എന്റെ നിലപാടെന്താ? ഞാന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്ന ഒരാളാണ്. സ്വർഗം ഉണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഇതാണ് എന്റെ നിലപാട്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഈ പറഞ്ഞ മനുഷ്യനല്ലാത്ത സ്വഭാവം. ചുരുക്കത്തിൽ നമ്മൾ പറയുന്ന എന്താ നിങ്ങള് ഈ നബിദിനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ ഏർപ്പാട് മുഴുവനും, നബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകൾ നബിയെ ഇസ്ലാം ഖുർആനും ഹദീസ് പരിചയപ്പെടുന്ന രീതിയിലല്ലാതെ ഒരു ആരാധ്യ വസ്തുവിന്റെ പദവിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം എതിർത്ത സംഗതിയും അതാണ്. ഇന്നമാന ബഷറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ ഇസ്ലാമിന്റെ ആളുകൾ എന്ന നിലക്ക് നബിദിനത്തെ എതിർക്കുന്നത് നബിയോടുള്ള സ്നേഹം കൊണ്ടാണ്. നബിദിനം കഴിക്കാതിരിക്കുന്നത് നബിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ നബിയെ സ്നേഹിക്കാതെ മുസ്ലിമാകാൻ കഴിയില്ല. ആ സ്നേഹമൊക്കെ നിലനിർത്തി ശരിയായ വിശ്വാസികളായി നബിയെ മാതൃകയായി സ്വീകരിച്ച് ഉള്ളും പുറക്കെ നബിന്റെ ജീവിതം നോക്കി പരിഷ്കരിച്ച് ശരിയാക്കി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.